This is the future. സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഓൺലൈനായിട്ട് എങ്ങനെ ഒരു ബിസിനസ് കാർഡ് ഉണ്ടാക്കുക എന്നാണ്, ഒരു PDF ഫോർമാറ്റിൽ. അതിനായിട്ട് നമുക്കൊരു ആപ്പ് ആവശ്യമുണ്ട്. പ്ലേ സ്റ്റോറിൽ PDF വിസിറ്റിംഗ് കാർഡ് എന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് ഈ കാണുന്ന ആപ്ലിക്കേഷന് ജസ്റ്റ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ചെയ്യാം. ആൻഡ് നമുക്കിതിൽ ഒരൊറ്റ ക്ലിക്കിൽ UPI, വാട്സപ്പ് അങ്ങനെ എല്ലാ സൈറ്റുകളും നമുക്ക് ഓപ്പൺ ചെയ്യാം. ഒരൊറ്റൊരു പേജിൽ, PDF പേജിൽ എല്ലാം അക്സെപ്റ്റ് കൊടുക്കുക. ഓക്കെ, വാട്ട് ഈസ് യുവർ ഫുൾ നെയിം, ഇതെല്ലാം ചോദിക്കുന്ന ഓപ്ഷൻസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജെൻഡർ മെയിൽ കൊടുത്തു. അപ്ലോഡ് ഫോട്ടോ, ഇതിൽ ഒരു അവതാറുണ്ട്, അത് ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഫോട്ടോ കൊടുക്കുന്നില്ല, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒറിജിനൽ ഫോട്ടോ കൊടുക്കാം. ചില അവതാർ സെലക്ട് ചെയ്തു. ഫോൺ നമ്പർ, ജസ്റ്റ് എൻ്റെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാം. സോ അടുത്തതായിട്ട് നമ്മളെ വെരി ഡു യു ലിവ്, അതായത് നമ്മളെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടാണ്. നിങ്ങളുടെ ബിസിനസ് കാർഡിൽ അല്ലെങ്കിൽ വിസിറ്റിംഗ് കാർഡിൽ വേണ്ട അഡ്രസ്സ് ജസ്റ്റ് കറക്റ്റ് ഇതിൽ എൻ്റർ ചെയ്യണം. അടുത്തതായിട്ട് ഇമെയിൽ അഡ്രസ്സാണ്, അത് ഞാൻ എൻ്റർ ചെയ്തു. അടുത്തത് വാട്സപ്പ് നമ്പറാണ്, സെയിം ആണ് എൻ്റെ. അടുത്തതായിട്ട് ഫേസ്ബുക്ക് ID ആണ്, ഇൻസ്റ്റഗ്രാം ID, എനിക്ക് ഫേസ്ബുക്കില്ല, ഇൻസ്റ്റ ID അതിൽ ഇട്ട് കൊടുക്കാം. URL കോപ്പി ചെയ്തിട്ട് അതിൽ പേസ്റ്റ് ചെയ്യാം. ഇൻസ്റ്റാൻ്റെ ഇതില്ല. UPI അഡ്രസ്സ് കൊടുത്താൽ നമുക്ക് പേയ്മെൻറ്റ് നടത്താം, ട്രാൻസാക്ഷൻ നടത്താം. അടുത്തത് ഒരു പഞ്ച് ലൈന്, നമുക്ക് ബിസിനസ് കാർഡിന് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ഒരു നല്ലൊരു സെൻറ്റൻസ്. ഹാവ് എ വെബ്സൈറ്റ് ഒരു റാൻഡമായിട്ട് വെറുതെ ഒരു എറർ വെബ്സൈറ്റ് കൊടുക്കുകയാണ്. ഈ വെബ്സൈറ്റ് ഒന്നും റെഡിക്കില്ല, ജസ്റ്റ് വെറുതെ കൊടുക്കുകയാണ്. ആൻഡ് ഇപ്പം ബിസിനസ് കാർഡിൽ ഒരു വാലിഡ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കണം കറക്റ്റ്. ഇത് ജസ്റ്റ് ഡിസ്ക്രൈബ് യുവർ സെൽഫ് ആൻഡ് വാട്ട് യു ഡു. ഈ വിസിറ്റിംഗ് കാർഡ് എന്തിനാണെന്നും അതുപോലെ തന്നെ ജസ്റ്റ് നമുക്കറിയാം എന്താ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൊടുത്ത ഇൻഫോർമേഷൻസ്. ഇതിൽ നമ്മൾ മറ്റേ UPI ഒന്നും കൊടുത്തില്ല, അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അത് വരുമെന്ന്. UPI കൊടുത്തിട്ട് നമുക്ക് പേയ്മെൻറ്റൊക്കെ നടത്താം. ജസ്റ്റ് അവസാനമായിട്ട് കാണിച്ചു തരാം. സോ വിസിറ്റിംഗ് കാർഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഓപ്പൺ ചെയ്യാം. സോ ഇതാണ് നമ്മളെ വിസിറ്റിംഗ് കാർഡ്. ഇതിൽ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. വാട്സപ്പ്, കോള്, വെബ്സൈറ്റ്, ഇൻസ്റ്റഗ്രാം, എല്ലാ നമ്മൾ കൊടുത്ത എല്ലാ ഇൻഫർമേഷൻസും ഇതിൽ ആഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ടച്ചിൽ ലിങ്കിലോട്ടേക്ക് പോകും. ഇത് വേറൊരു PDF ഫോർമാറ്റാണ്, അതുകൊണ്ടാണ് വർക്കാകാത്തത്. ഞാൻ ജസ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഡോക്യുമെൻറ്റ്സ് എടുത്തു. ഡോക്യുമെൻറ്റ്സിൽ റൈറ്റ് ഇൻ PDF, ജസ്റ്റ് ആപ്ലിക്കേഷൻ മാറ്റിയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ഈ 5 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് പ്രസ് ചെയ്താണ്ടോ കോള് ബട്ടൺ അമർത്തിയപ്പോൾ വേറൊരു പേജ് ഓപ്പണായി. വെബ്സൈറ്റ്, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ, അതുപോലെ തന്നെ Gmail അഡ്രസ്സ്, വെബ്സൈറ്റ് നമ്മൾ കൊടുത്ത് ഇൻവാലിഡ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. ഇപ്പോൾ ഓപ്പൺ ആവും. സാധനം എറർ വെബ്സൈറ്റാണ്, നോക്കിയൊരു കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു ക്ലിക്കിൽ നമുക്കെല്ലാം ചെയ്യാം. UPI കൊടുത്താൽ അതിൽ ട്രാൻസാക്ഷൻ നടത്താം. കോള്, വാട്സപ്പ് എല്ലാം ചെയ്യാം. ഇപ്പോൾ ഒരു വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു അടിപൊളി ആപ്ലിക്കേഷനാണിത്. സോ നമ്മൾ അവസാനമായിട്ട് ഉണ്ടാക്കിയ ഒരു ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡാണ് ഇത്. ജസ്റ്റ് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഇമെയിലായിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.